ഇവിടെ കുടുംബശ്രീ പ്രവർത്തനങ്ങൾക്കും നല്ല രീതിയിൽ പ്രോത്സാഹനം നൽകുന്നു. കേവല ദാരിദ്ര്യ ലഘൂകരണം എന്ന നിലയ്ക്ക് തുടങ്ങിയ പ്രസ്ഥാനം വഴി യഥാർത്ഥ സ്ത്രീ ശാക്തീകരണവും ദരിദ്ര ജനവിഭാഗങ്ങളുടെ സമഗ്ര പുരോഗതിയും കൈവരിക്കുവാൻ ഈ നഗരസഭയ്ക്ക് കഴിയുന്നു. മൈക്രോ ക്രെഡിറ്റായി 287 ലക്ഷം രൂപ ഇതിനോടകം തന്നെ ഇവിടെ സമ്പാദിച്ചു കഴിഞ്ഞു. നഗരസഭയിൽ 30 ഗ്രൂപ്പ് യൂണിറ്റുകളും 448 വ്യക്തിഗത സംരംഭങ്ങളും പ്രവർത്തിച്ചു വരുന്നു. പൂർണ്ണമായ ജനപങ്കാളിത്തത്തോടെ വികസന പദ്ധതികൾ നടപ്പിലാക്കുക എന്നതാണ് നഗരസഭയുടെ ലക്ഷ്യം. ജനകീയ ആസൂത്രണത്തിൻ്റെ ആദ്യ നാളുകളിൽ തന്നെ ധാരാളം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങിയ ഒരു മുനിസിപ്പാലിറ്റി ആയിരുന്നു മലപ്പുറം. ഇപ്പോൾ അവയുടെ അവസ്ഥ എങ്ങനെയാണ്? നന്നായിട്ട് നടക്കുന്നുണ്ടോ? അതിലെത്രണ്ണം? എല്ലതും നന്നായിട്ട് നടക്കുന്നില്ല. പക്ഷെ ജനകീയാസൂത്രണം തുടങ്ങിയ 10 വർഷത്തിന് മുമ്പ് തുടങ്ങിയ ഗ്രൂപ്പുകളിൽ ഒരു 60% നല്ല നിലക്ക് നടന്നു പോകുന്നുണ്ട്. അത് കാര്യമായിട്ട് CFL, ഈ അസംബ്ലിംഗ് യൂണിറ്റ്സ്, ടൈലറിംഗ് യൂണിറ്റ്സ്, അങ്ങനെ ഗാർമെന്റ് യൂണിറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നല്ലേ? ഗാർമെന്റ് യൂണിറ്റ്സ് ഒക്കെ കുടുംബശ്രീ മുഖേന തുടങ്ങിയിട്ടുള്ളത്. അത് നടക്കുന്നുണ്ടോ? കുടുംബശ്രീ മുഖേന 30 യൂണിറ്റുകളുണ്ട്. അതിൽ 2 യൂണിറ്റ് ഫെയിലിയർ ആയിട്ട് ക്ലോസ് ഡൗൺ ചെയ്തിട്ടുണ്ട്. ബാക്കി 28 മര്യാദക്ക് നടന്നു പോകുന്നുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് കഴിഞ്ഞ 3 വർഷമായിട്ട് ഈ ഖരമാലിന്യ യൂണിറ്റ് നടക്കുന്നുണ്ട് അല്ലേ? 2005 മുതൽ ഓഗസ്റ്റ് 2-ാം തീയതിയാണ് അത് ഇനോഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. കേരളത്തിൽ തന്നെ ചെറുകിട നഗരസഭകളിൽ ഫസ്റ്റ് പ്ലാന്റ് എന്ന് ഞങ്ങളെ പ്ലാന്റായിട്ട് വിശേഷിക്കുന്നത്. അത് കണ്ട് വളരെ മാതൃകാപരമായിട്ടാണ് അത് കാണുന്നത്. അത് മാലിന്യ ശേഖരണം മുതൽ ഓർഗനൈസ്ഡ് ആണ് അല്ലേ? പക്ഷേ എന്താണ് ഇത്, ഉറവിടത്തിൽ തന്നെ പ്ലാസ്റ്റിക് വേറെയും ദ്രവീകരിക്കുന്നത് വേറെയുമായിട്ട് ശേഖരിക്കാത്തത്? ഞങ്ങൾ മലപ്പുറം മുനിസിപ്പാലിറ്റി ഈ 2 ബക്കറ്റ് ഓരോ വീട്ടിലും കൊടുത്തിരുന്നു. അത് ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തിയിട്ടുണ്ട്. ജൈവവളങ്ങൾ വേറിടണം, അജൈവം വേറിടണം എന്നുള്ള ബോധവൽക്കരണം നടത്തിയിട്ടുണ്ടെങ്കിലും ഒരു 100% അത് വീട്ടമ്മമാരെ അടുത്ത് എത്തിയിട്ടില്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. എന്നാൽ അങ്ങനെ ചെയ്യുന്ന ചില കുടുംബങ്ങൾ ഉണ്ട് താനും. അതുകൊണ്ടാണ് പ്ലാന്റിൽ നിന്നൊരു സെപ്പറേഷൻ, ഒരു അഡീഷണൽ കൺവെയർ ബെൽറ്റ് വെച്ചിട്ട് ആളുകൾ നിന്ന് വേർതിരിക്കുകയാണ്. അത് ഫലപ്രദമാണെന്നാണോ അനുഭവം? ഫലപ്രദമാണ്. പിന്നെ ഇതിൽ വേറൊന്ന് സെക്കൻഡറി കളക്ഷൻ. ഞങ്ങൾ സാധാരണ നഗരസഭകൾ ചില സ്ഥലത്ത് സെക്കൻഡറി കളക്ഷൻ വരാറുണ്ട്. ഞങ്ങൾ വിഭാവനം ചെയ്തിട്ടുള്ളത് ഹൗസ് ഹോൾഡിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ട് പ്ലാന്റിൽ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സിറ്റിയിൽ എവിടെ തന്നെ ഒരു ഡസ്റ്റ്ബിന്നോ ഒന്നും തന്നെ ഇല്ലാത്തതാണ്. വീട്ടിൽ നിന്ന് ശേഖരിക്കുന്നത് നേരെ പ്ലാന്റിൽ എത്തിക്കും. ഓട്ടോറിക്ഷയിൽ നിന്ന് ലോറിയിലേക്ക്, അത് ഓട്ടോറിക്ഷയിൽ നിന്നല്ല, ഞങ്ങൾ ഈ കണ്ട 4-വീലർ എയ്സ് യൂണിറ്റ്സ് വെച്ചിട്ട് 4-വീലറാണ്. അത് സ്ത്രീകളാണോ അത് ഓടിക്കുന്നത്? സ്ത്രീകളാണ് ഓടിക്കുന്നത്. പക്ഷേ സ്ത്രീകളില്ലാഞ്ഞാൽ ആണുങ്ങൾ ഡ്രൈവർമാരും ഉണ്ട്. മിക്സ് ചെയ്തിട്ടാണ് പോകുന്നത്. കാരണം ഒരു സ്ത്രീകൾ ഓടിച്ച സമയത്ത് ഒരു സ്ത്രീൻ്റെ അടുത്ത് ഒരു ആക്സിഡന്റ് പറ്റി. പിന്നെ കുറച്ച് ആണുങ്ങൾ ഓടിച്ചാൽ അതിനേക്കാൾ കൂടുതൽ വരുമല്ലോ പറഞ്ഞിട്ട് അങ്ങനെ സംഭവിച്ചു. അതിന് ശേഷം കുറച്ച് ബാക്കോട്ടാണ് സ്ത്രീകളെ ഓടിക്കാൻ. അത് ശരി. ഇതിലേർപ്പെട്ടിരിക്കുന്നവർ നഗരസഭയുടെ തൊഴിലാളികളാണോ അതോ അവർക്കുള്ള വരുമാനം? അത് ഈ കുടുംബശ്രീയുടെ 30 ഗ്രൂപ്പ് എന്ന് പറഞ്ഞതിൽ 4 ഗ്രൂപ്പ് ക്ലീൻ കേരള ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് മലപ്പുറം മുനിസിപ്പാലിറ്റി നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ കുടുംബശ്രീയിലെ ആ 4 ഗ്രൂപ്പാണ് ഈ മാലിന്യം ഓരോ വീട്ടിൽ നിന്നും കളക്ട് ചെയ്തിട്ട് അവിടെ അവരുടെ ആൾ വന്നിട്ടുണ്ടോ? കുടുംബശ്രീ PO ഉണ്ട്, CDS പ്രസിഡന്റും ഉണ്ട്. ഈ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പ്രതിമാസം ശരാശരി എന്ത് വരുമാനം കിട്ടുന്നുണ്ട്? പ്രതിമാസം ഒരു 2500-3000 രൂപയുടെ അടുത്ത് ഇവർക്ക് വരുമാനം ലഭിക്കുന്നുണ്ട്. അത് എങ്ങനെയാ ആ വരുമാനം ഉണ്ടാകുന്നത്? വീടുകളിൽ നിന്ന് തന്നെ? വീടുകളിൽ നിന്നും മാസത്തിൽ 30 രൂപ വെച്ചിട്ട് അവർ കളക്ട് ചെയ്യുന്നുണ്ട്. കടകളിൽ നിന്നാണെങ്കിൽ 50 രൂപ. അത് കുറച്ചുകൂടി വലിയ കടയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ചാർജ് കൂട്ടി വാങ്ങിക്കുന്നുണ്ട്. മറ്റു പല നഗരങ്ങളിലും 30 രൂപയായിട്ട് തുടങ്ങിയത് കുറച്ചൊക്കെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഭംഗിയായിട്ടൊക്കെ നടക്കുകയാണെങ്കിൽ നഗരം വൃത്തിയായിട്ട് ഇരിക്കുന്നത് കണ്ട് സന്തോഷം കൊണ്ട് തന്നെ ആളുകൾ കൂടുതൽ കൊടുക്കാൻ തയ്യാറാകും എന്നാണ് അനുഭവം. അത് നോക്കണം. 2500 രൂപ പോരാ അല്ലേ? അവർ ചെയ്യുന്ന ജോലി വലിയൊരു സേവനമല്ലേ? അപ്പോൾ അതിന് കുറെ കൂടി നല്ല പ്രതിഫലം കിട്ടത്തക്ക രീതിയിൽ അത് ഓർഗനൈസ് ചെയ്യണം. അവർക്ക് ഇടയ്ക്കിടയ്ക്കുള്ള ആരോഗ്യ ചെക്കപ്പ് ഒക്കെ നടത്തുന്നുണ്ടോ? ആരോഗ്യ ചെക്കപ്പ് നടത്താറുണ്ട്. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. അവരെല്ലാം ഗ്ലൗസ് ഒക്കെ ഇടുന്നതായിട്ട്, ഗ്ലൗസ്, ബൂട്ട്
മാസ്ക് എല്ലാം ഉണ്ട്. ഉപയോഗിക്കാറുണ്ട്. ഫോട്ടോഗ്രാഫർ ഇല്ലെങ്കിലും അതൊക്കെ ഇടുമല്ലോ അല്ലേ? ഉവ്വ്. നന്നായിട്ട് സാധാരണഗതി നമ്മുടെ ആളുകൾക്ക് ഗ്ലൗസ് ധരിക്കുന്നതിനൊരു മടിയുണ്ട്. അല്ല, അവര് നമ്മളത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് അവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് നൽകാറുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള ബോധവൽക്കരണമൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അത് നല്ല ഗ്ലൗസ് ആരാണ് രീതിയിൽ നൽകുന്നത്? നഗരസഭയാണ് നൽകുന്നത്. വാങ്ങി നൽകുകയാണ് അല്ലേ? അത് എത്ര നാൾ കൂടുമ്പോഴാണ് അത് മാറുന്നത്? ഒരു ഗ്ലൗസ് ഒരാഴ്ചയൊക്കെ ഉപയോഗിക്കാറുണ്ട് അവര്. ഒരാഴ്ചയെ ഉപയോഗിക്കുള്ളൂ? അത്രേ ഉള്ളൂ. അത് ശരി. കൊള്ളാം. നല്ല രീതിയിൽ നടക്കുന്നതെന്ന് കാണുന്നതിൽ സന്തോഷമുണ്ട്. ടൂറിസം ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട അമ്യൂസ്മെന്റ് പാർക്ക് നടപ്പിലാക്കിയിട്ടുണ്ടല്ലോ, അതിൽ നിന്ന് നഗരസഭയ്ക്ക് നല്ല വരുമാനം ലഭിക്കുന്നുണ്ടോ? DTPC ആയിട്ട് സംയുക്തമായിട്ട് നടത്തുന്ന നഗരസഭയ്ക്ക് ഏകദേശം ഒരു 60 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ വരുമാനം കിട്ടുന്നുണ്ട്. അതിലെ ഈ റൈഡുകളുടെയൊക്കെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതെല്ലാം നഗരസഭ തന്നെയാണോ? നഗരസഭ നേരിട്ട് തന്നെയാണ് നടത്തുന്നത്. നേരിട്ട് തന്നെയാണ്. അതിൽ എന്തെങ്കിലും സുരക്ഷയുടെ മോണിറ്ററിംഗ് സംവിധാനം എന്തെങ്കിലും ഉണ്ടോ സ്ഥിരമായിട്ടുണ്ട്? എന്താണ് അതിന് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ നഗരസഭയുടെ എഞ്ചിനീയറിംഗ് പ്രിവെന്റീവ് മെയിൻ്റനൻസ് നടത്തുന്നുണ്ട്. അതായത് അത് ഈ ഫീൽഡിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരാളെ ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യിപ്പിച്ചിട്ട് അവരെ കൊണ്ട് എന്തൊക്കെയാണ് ഇതിൻ്റെ ഷോർട്ട് ഫാൾസ്, എന്തൊക്കെയാണ് ക്രിട്ടിക്കൽ ഫാക്ട്സ് എന്ന് മനസ്സിലാക്കിയിട്ട് ആ പാർട്ടുകൾ മാറ്റിയിട്ടൊക്കെയാണ് വളരെ സേഫായ രീതിയിൽ തന്നെയാണ് കൊണ്ടുപോകുന്നത്. ഒരു പ്രാവശ്യം അപകടം പറ്റിക്കഴിഞ്ഞാൽ അത് വളരെ ക്രിട്ടിക്കലാവും. അപ്പോൾ അത് ഒരിക്കലും വരാത്ത രീതിയിൽ വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് കൊണ്ടുപോകുന്നത്. 1.5 വർഷം കഴിഞ്ഞു നടത്തി. ഇതുവരെ അതിൻ്റെ അകത്ത് ഒരു മേജർ കംപ്ലയിൻസോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. നല്ല നിലക്ക് സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. സ്ത്രീകൾ നഗരസഭയുടെ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ അപകടം പറ്റിയതുകൊണ്ടാണ് പിന്നെ ഓടിക്കാതിരുന്നതെന്ന് പറഞ്ഞു. ആക്സിഡന്റ് ഇൻഷുറൻസ് അങ്ങനെ എന്തെങ്കിലും? അത് ഉണ്ട്, അത് കിട്ടിയിട്ടുണ്ട്. പിന്നെ അവർക്കൊരു ധൈര്യക്കുറവുണ്ട് ഓടിക്കാൻ. ഈ ക്ലിനിക്കാരൻ്റെ ഇതിന് ഒരു ധൈര്യക്കുറവുണ്ട്. എന്തായാലും ഞങ്ങൾ വാട്സപ്പുകളിലൊക്കെ പോകുമ്പോൾ ഞങ്ങൾ സ്ത്രീകൾക്ക് വിമാനം വരെ ഓടിക്കാം, അതിനുള്ള കഴിവുകളുണ്ട് എന്നുള്ളത് പ്രചരിപ്പിക്കാറുമുണ്ട്. അത് ക്ലാസ് എടുത്ത് കൊടുക്കാറുമുണ്ട്. കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ 217 അയൽക്കൂട്ടങ്ങളുള്ളതാണ്. കുടുംബശ്രീ 80 ഈ കൗൺസിൽ വരുന്ന സമയത്ത് 80 അയൽക്കൂട്ടങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ 217 കൂടിയിട്ടുണ്ട്. അതുപോലെ 12-15 യൂണിറ്റുകളുള്ളത് 30-31 യൂണിറ്റുകളായി. അപ്പോൾ സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത്, എൻ്റെ അഭിപ്രായം അല്ലാതെ ഒരു കേരളത്തിൽ തന്നെ ഒരു നല്ല നിരക്ക് ഫണ്ട്, അതിൻ്റെ എല്ലാ ഫണ്ടും ചെലവഴിച്ച് സത്യത്തിൽ ഇന്ന് കുടുംബശ്രീക്ക് അവിടെ ഒരു ഫണ്ടും ഇല്ലാത്ത സ്ഥിതിയാണുള്ളത്. ഈ കടലുണ്ടി പുഴയുടെ സംരക്ഷണത്തിൽ നഗരസഭ എന്തെങ്കിലും താല്പര്യം എടുക്കുന്നുണ്ടോ? ഉണ്ട്. ഞങ്ങളതിന് പ്രോജക്ട്സ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡ് പ്രൊട്ടക്ഷൻ വെച്ചിട്ട് അതിന് ഈ റിവർ മാനേജ്മെൻറ്റ് ഫണ്ടാണ് അതിന് യൂസ് ചെയ്യേണ്ടത്. അതിന് ഒരു കമ്മിറ്റി ഉള്ളത്, ഡിസ്ട്രിക്ട് കളക്ടറും മറ്റുമുള്ള ഒരു കമ്മിറ്റിയാണുള്ളത്. ആ കമ്മിറ്റിയാണ് അതിൻ്റെ ഇൻചാർജ്. ഞങ്ങൾ പദ്ധതി കൊടുത്തത് പാസ്സാക്കി ഗവൺമെൻറ്റിൽ നിന്ന് സാങ്ഷൻ കിട്ടിയ മുറക്കേ വരുന്നുള്ളൂ. അത് വളരെ അപൂർവമായിട്ടാണത് കിട്ടുന്നത്. പക്ഷെ അതേസമയം കുടിവെള്ള സ്രോതസ്സ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഈ UIDSSMT പദ്ധതിയിൽ 19.76 കോടി രൂപ കിട്ടിയെന്ന് കാണിച്ചല്ലോ. അത് കുടിവെള്ളം ഞങ്ങൾ പറഞ്ഞ ആ കാണിച്ചതിൽ ഞങ്ങളൊരു വിയർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. വിയറും സൈറ്റ് പ്രൊട്ടക്ഷൻസും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞങ്ങളൊരു എയിം എന്ന് പറഞ്ഞാൽ 24/7 വാട്ടർ സപ്ലൈ അച്ചീവ് ചെയ്യാനാണ്. അത് ഈ UIDSSMT പ്രോജക്റ്റ് കഴിയുന്നതോടുകൂടി അത് സാധിക്കും എന്നുള്ള നിലക്ക് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ കാര്യമാണ് ചോദിക്കാനുള്ളത്. അവിടുത്തെ വെള്ളത്തിൻ്റെ സ്ഥിതി എങ്ങനെയാണ് മലപ്പുറം മുനിസിപ്പാലിറ്റിയിൽ? കാരണം ഈ അമ്യൂസ്മെൻറ്റ് പാർക്കിന് ധാരാളം വെള്ളം വേണമല്ലോ. അത് എവിടുന്ന് അതിൻ്റെ ജനങ്ങൾക്ക് അവിടെ വെള്ളം കിട്ടുന്നുണ്ടോ? നിങ്ങളുടെ വെള്ളം കിട്ടുന്നുണ്ട്. അതിൻ്റെ വെള്ളം എന്ന് പറഞ്ഞാൽ അതൊരു വാട്ടർ പ്യൂരിഫയിങ് സിസ്റ്റം അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന സോഴ്സ് കടലുണ്ടിപ്പുഴ ഉണ്ടല്ലോ. 3 ഭാഗം കടലുണ്ടിപ്പുഴയാണുള്ളത്. അതിൽ നിന്ന് ഞങ്ങൾ ഡയറക്റ്റ് പാർക്കിലേക്ക് ഈ വെള്ളം വീണ്ടും റീസൈക്കിൾ ഒരു പ്രാവശ്യം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പലതവണ റീസൈക്കിൾ ചെയ്തിട്ട് ട്രീറ്റ് ചെയ്തിട്ട് വീണ്ടും യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നോക്കാനായിട്ട് അതിന്റെ ക്ലോറിന്റെ ലെവലോ അതെല്ലാം നോക്കാനായിട്ട് ആളുണ്ട്. ഇതിന് മെയിൻ്റനൻസ് അറിയാവുന്ന ആൾക്കാര്, ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇത്രയും ആൾക്കാർ വരുന്ന ഒരു സ്ഥലത്ത് അവിടുത്തെ വേസ്റ്റ് മാനേജ്മെന്റ് എങ്ങനെയാ നടത്തുന്നത്? അതൊക്കെ ഈ കുടുംബശ്രീനായിട്ട് ലിങ്ക് ചെയ്തിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അവര് കുടുംബശ്രീ അവിടെ നോക്കുന്നത്, അവിടെ നിന്ന് എടുത്തിട്ട് നേരെ സെൽഫ് സഫിഷ്യന്റ് ആണ്. ഇപ്പൊ നമ്മൾ ഈ പ്രൈവറ്റ് വേറെ കുറെ അമ്യൂസ്മെന്റ് പാർക്സ് ഉണ്ടല്ലോ, അത് വെച്ച് കമ്പയർ ചെയ്യാനായിട്ട് നമുക്ക് എങ്ങനെയായിരിക്കും അവരെക്കാളും മെച്ചപ്പെട്ട? ഞങ്ങൾ മാർക്കറ്റിങ്ങിന് ഒരു ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞങ്ങൾക്ക് ഫണ്ട് കുറച്ച് കുറവായ കാരണം, ഗവൺമെന്റ് സ്ഥാപനമായ ഫണ്ട് കുറവായ കാരണം മാർക്കറ്റിംഗ് ഒരു ബുദ്ധിമുട്ടാണ്. അതാണ് ഒരു മെയിൻ ഷോർട്ട് ഫോൾ, വേറെ കാര്യമായിട്ടൊന്നും. പക്ഷെ നിങ്ങൾക്ക് ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് ഒന്നും ഇല്ലാന്ന് അതിനകത്ത് എഴുതിയേക്കുന്നത്.
പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇതിൽ ശരിക്കും ലാൻഡ് തന്നിട്ടുള്ള DTPC ആണ്. ഇതിൻ്റെ ഇൻകത്തിൻ്റെ 25% DTPCക്ക് മലപ്പുറം ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന് കൊടുക്കുന്നുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് പാർട്ട് മുനിസിപ്പാലിറ്റിക്ക്, ബാക്കിയുള്ളതാണ് മുനിസിപ്പാലിറ്റീൻ്റെ റവന്യൂ ആയിട്ട് വരുന്നത് ചിലവ് കഴിച്ചിട്ട്.